ശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള ആ വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 24 to 27. മത്തായി 7:24 മുതൽ 27 വരെയുള്ള ആ വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു, കോപിപ്പിച്ചു, ശരണമെനിക്കില്ല. വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം. നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്ങൾ വരുന്നു, സുഖമാകും നൂനം. എൻ പാപത്താൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥാ. എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടും നീപ്പോ. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സുഖസ്ഥപിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ, ഞങ്ങൾ വചനം വായിച്ചപ്പോൾ, മധ്യസ്ഥ അണച്ചപ്പോൾ, നീ ഞങ്ങളുടെ മധ്യേ കടന്നു വന്നതിനായി സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യേ കടന്നു വരാമെന്നുള്ളതുപോലെ ഞങ്ങളുടെ മധ്യേ കർത്താവെ ഈ ജൂൺ മാസം 1-ാം തീയതിയും അങ്ങ് കടന്നു വന്നു ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ വായിച്ചു കേട്ട വേദഭാഗത്തിനായിട്ട് സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഞങ്ങളെ ക്രിയ ചെയ്യണം. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ചെയ്തു പോയ പാപത്താൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയോ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ നല്ല വൈദ്യനായ അങ്ങിൽ ശരണം പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, ജീവരക്ഷ പ്രാപിച്ച് നിത്യതയിലേക്കുള്ള പ്രവേശനം ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. മനോഹരമായ ഒരു ഉപമ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിച്ചേ കേട്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നസറേത്ത് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പർവ്വത പ്രസംഗം ഉൾപ്പെടെയുള്ളതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപരേഖ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം. പർവ്വത പ്രസംഗം കഴിഞ്ഞിട്ടാണല്ലോ ഈ പ്രത്യേക സംഭവം കർത്താവ് പറയുന്നത്. ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഈ ഭാഗത്ത് നിന്ന് ഒന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതം വചനം കേട്ട് ചെയ്യുന്നതായിരിക്കണം. അവർ ലൈഫ് സപ്പോസ് ടു ബി വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്.
കാരണം നമ്മൾ എല്ലാവരും ബുദ്ധിയുള്ളവരായിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവിന്റെ ആഗ്രഹം. തന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതായ ഞാനും നിങ്ങളും ഒരിക്കലും ബുദ്ധിയില്ലാത്ത മനുഷ്യനാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനൊന്നാമതായിട്ട് ഇവിടെ പറയുന്നു, വചനം കേൾക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതം വചനം കേട്ട് ചെയ്യുന്നതായിരിക്കണം. കാരണം ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ ആകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നാം എല്ലാവരും ബുദ്ധിയുള്ളവരാണല്ലോ, അതുപോലെ ആയിരിക്കണം. കർത്താവിന്റെ വചനം കേൾക്കുന്നതിന് നമുക്ക് താല്പര്യമുണ്ട്. എല്ലാ ശനിയാഴ്ചയും നാം ഇവിടെ കടന്നു കൂടുന്നത് അതുകൊണ്ടാണ്. എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോകുന്നത് അതുകൊണ്ടാണ്. എല്ലാ പ്രാർത്ഥനകളിലും നാം പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ്. വചനം കേൾക്കുവാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ വചനം അറിഞ്ഞിട്ടും അത് പ്രാവർത്തികമാക്കുവാൻ നാം മറന്നുപോയാൽ, ആത്മാർത്ഥമായി നാം ശ്രമിക്കുന്നില്ല എങ്കിൽ നാം ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ കൂട്ടായിത്തീരുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പർവ്വത പ്രസംഗങ്ങളിൽ അനേക സ്വർഗീയമായ മൂല്യങ്ങൾ, സ്വർഗീയ കിങ്ഡം വാല്യൂസ് വിളമ്പിക്കഴിഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, ആകയാൽ ഈ വചനങ്ങളെ, ഈ പർവ്വത പ്രസംഗത്തിൽ പറയുന്നത്, മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നാം പ്രാവർത്തികമാക്കണമെന്നാണ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളുടെ ജീവിതം ഈ വചനത്താൽ അടിസ്ഥാനപ്പെട്ട് വചനം അനുസരിക്കുന്നില്ല എങ്കിൽ കേൾക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഹിയേഴ്സ് ദ വേർഡ്സ് ആൻഡ് ഡസ് ദം എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹിയറിംഗ് alone is not enough in our life. Hearing the word of God is not enough. You must do the word of God. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. You may listen intentionally. വചനം നമ്മൾ കേൾക്കുമ്പോൾ മറ്റൊന്നും നാം ശ്രദ്ധിക്കാതെ അത് തന്നെ കേൾക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കാം. You may listen reverently. ചിലരാണെങ്കിൽ ഭയഭക്തിപൂർവം അത് കേൾക്കുന്നവർ ആയിരിക്കാം. You may agree as you listen. വചനം പറയുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ദൈവദാസന്മാർ വചനം പറയുമ്പോൾ നാം അത് എഗ്രി ചെയ്യും, അതെല്ലാം ശരിയാണ്. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ എന്താണ് പ്രയോജനം? അതാണ് എനിക്ക് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ ജീവിതം വചനം അനുസരിക്കുന്നതായിരിക്കണം, വചനം കേട്ട് ചെയ്യുന്നതായിരിക്കണം. ഹിയേഴ്സ് ദ വേർഡ്സ് ആൻഡ് ഡസ് ദം. അതുകൊണ്ടാണല്ലോ നാം സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, തങ്കച്ചിറകാടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി, സങ്കേതം ഞാൻ കൊടുത്തന്യർക്കെന്നോർത്തിതാ, സങ്കടപ്പെട്ടിടുന്നു തള്ളി, സങ്കേതം ഞാൻ കൊടുത്തന്യർക്കെന്നോർത്തിതാ, സങ്കടപ്പെട്ടിടുന്നു. ദൈവവചനം ഒരു തങ്കച്ചിറകടി പോലെ എത്ര നാൾ നമ്മുടെ കാതുകളിൽ പതിക്കുന്നു. എന്നിട്ടും അത് കേട്ട് ചെയ്യുന്നവരായിരിക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. അത് പാറമേൽ അടിസ്ഥാനപ്പെട്ട വീടല്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതം ദൈവവചനത്താൽ അനുസരിക്കുന്നതായിരിക്കണം, വചനം കേട്ട് ചെയ്യുന്നതായിരിക്കണം. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത്, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വചനം കേട്ട് അനുസരിക്കുക മാത്രമല്ല, പിന്നെ പറയുന്നു, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് പാറമേൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. അവർ ലൈഫ് ഈസ് ബിൽഡിംഗ് എ റോക്ക്. ദ റോക്ക് ഫൗണ്ടേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്, ഒബീഡിയൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ, കർത്താവിനെ അനുസരിക്കുന്ന പാറമേൽ, ആ പാറ ക്രിസ്തുവാകുന്നു എന്ന് നമുക്ക് വെളിപ്പെട്ട് തന്നിട്ടുണ്ടല്ലോ. ക്രിസ്തുവിന്മേൽ അടിസ്ഥാനപ്പെട്ട ജീവിതം പാറമേൽ, ദൈവവചനമാകുന്ന പാറമേൽ പണയപ്പെടണം. കാരണം വചനം ക്രിസ്തുവാകുന്നു. ആ ദൈവവചനത്തിൽ തന്നെ പണിയപ്പെടുന്നതായ ഒരു ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതമെല്ലാം ഒരു ബിൽഡിംഗ് തന്നെയാണ്, പണിയപ്പെടുന്നതാണ്, എന്നും പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം.
ആ പാറ ക്രിസ്തു ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനമുള്ളതായ, ഒരിക്കലും തകരാത്തതായ ആ പാറമേലായിരിക്കണം നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തേണ്ടത്. ജീവിതം എങ്ങനെയാണെങ്കിലും അത് പണിയപ്പെടും. നാം എന്താണോ പണിയപ്പെടുന്നത് അതിലാണ് നാം ജീവിക്കേണ്ടത്. ദൈവവചനത്താൽ അടിസ്ഥാനപ്പെട്ട് പണിയപ്പെട്ടെങ്കിലേ ആ വചനത്താൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കൽ പോലും മാനസാന്തരത്തിന്റെ അല്ലെങ്കിൽ അനുതാപത്തിന്റെ ഒരു കുറ്റം നമ്മുടെ മനസാക്ഷിക്ക് തോന്നത്തില്ല. കാരണം പാപങ്ങൾ ചെയ്ത് 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 പാപത്തെ പാപമല്ലാതാക്കി മാറ്റുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതം ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെടണമെന്നുള്ളത്. ഹല്ലേലൂയ. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒരു പണിയപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ ഫൗണ്ടേഷനാണ്. കൊച്ചായി നമുക്കൊരു ഫോട്ടോ ഇട്ട് തന്നായിരുന്നല്ലോ. ആ നല്ല അടിസ്ഥാനമില്ലാഞ്ഞതുകൊണ്ട് ആ മതില് മഴ വന്നപ്പോൾ പൊട്ടിപ്പോയി. ഇപ്പൊ മഴയുടെ സീസൺ ആയതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നല്ല അടിസ്ഥാനമല്ല എങ്കിൽ, പാറമേയാകുന്ന ക്രിസ്തുവിലല്ല നമ്മുടെ ജീവിതമെങ്കിൽ അത് നമുക്കൊരു പാഠമാണ്. അങ്ങനെയല്ല പണിയപ്പെടുന്നതെങ്കിൽ തകർന്നു പോകുവാൻ സാധ്യതയുണ്ടെന്നുള്ള ആനുകാലിക സംഭവങ്ങൾ, ഭൗതിക സംഭവങ്ങൾ ഓർത്ത് ആത്മീകമായ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എന്തു വന്നാലും എൻ്റെ ജീവിതം കർത്താവാകുന്ന യേശുവാകുന്ന വചനത്തിലാണ് പണിയപ്പെടുന്നതെങ്കിൽ അത് തളരുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് ഡെഡ് ഫെയ്ത്തുമുണ്ട്, ലിവിങ് ഫെയ്ത്തുമുണ്ടെന്ന് പറയുന്നത്. ചത്ത വിശ്വാസമുണ്ട്, ജീവിക്കുന്ന വിശ്വാസമുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തെറ്റായ പഠിപ്പിക്കുകൾ നമ്മുടെ അടിസ്ഥാനത്തെ ദുർബലപ്പെടുത്താം. ചത്ത വിശ്വാസം നമ്മുടെ അടിസ്ഥാനത്തെ ദുർബലപ്പെടുത്താം. ഈ ലോക സ്നേഹം നമ്മുടെ അടിസ്ഥാനത്തെ ദുർബലപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ ജീവിതം ക്രിസ്തുവാകുന്ന പാറമേലാണു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇവിടെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളായിരിക്കണം ഞാനും നിങ്ങളും എന്നുള്ളത് മറന്നു പോകരുത്. എന്തു വന്നാലും, ശോധനകൾ വന്നാലും, ഹല്ലേലൂയ, ആ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളായിരിക്കണം ഞാനും നിങ്ങളും എന്നുള്ളത് മറന്നു പോകരുത്. നാം കേട്ടിട്ടുണ്ടല്ലോ, പിളർന്നു ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പിളർന്നതായ ഒരു പാറയുണ്ട്. ഹല്ലേലൂയ. ആ പാറ ഉറപ്പുള്ള പാറയാണ്, തകരാത്ത പാറയാണ്, നമ്മെ സംരക്ഷിക്കുന്ന പാറയാണ്. ആ പാറമേലായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. ഹല്ലേലൂയ. ജീവിതം വചനം അനുസരിക്കുന്നതായിരിക്കണം. 1. 2, ജീവിതം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. ഹല്ലേലൂയ. ഈജിപ്തിലെ സഭകളുടെ ചരിത്രത്തെ പഠിക്കുമ്പോൾ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഈജിപ്തിലെ ഏറ്റവും വലിയ സഭ, കോപ്റ്റിക് സഭയുടെ ആവിർഭാവത്തിന് കാരണമായ ഒരു സംഭവം പറയുന്നത്, ഒരിക്കൽ ഒരു ഗാർബേജ് കളക്ടർ തന്റെ ഗാർബേജ് ബോക്സിൽ നിന്ന് ഒരു വില കൂടിയ വാച്ച് കളഞ്ഞു കിട്ടി. നോക്കിയപ്പോൾ ഒരു വലിയ കെട്ടിട സമുച്ചയത്തിന്റെ ഗാർബേജ് ബോക്സ് ആണ്. 101 മുറികളുള്ളതായ ആ ഗാർബേജ് ബോക്സിൽ നിന്നും കിട്ടിയതായ ആ വാച്ച് വളരെ വില കൂടിയതായതുകൊണ്ടും തന്റെ സത്യസന്ധനായ ഈ വളരെ ദരിദ്രനായ ഈ ഗാർബേജ് കളക്ടർ അത് തിരിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അവിടെ പറയുന്നത് ഏകദേശം 101 മുറികളും മുട്ടി വിളിച്ചപ്പോഴാണ് ഒരാളെ കണ്ടുകിട്ടി. അയ്യോ, ഇതെന്റെ വില കൂടിയ വാച്ച് കളഞ്ഞു പോയതായിരുന്നല്ലോ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഗാർബേജ് കളക്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ വളരെ ദരിദ്രനായ ഈ മനുഷ്യനും കോടീശ്വരനായ ഒരു മനുഷ്യനുമാണ് ഇത് ചോദിക്കുന്നത്. ഈ മനുഷ്യൻ ചോദിച്ചു, നീ വളരെ ദരിദ്രനാണല്ലോ, നിനക്കൊരു പക്ഷേ ഇത് വിറ്റാൽ നിന്റെ ദാരിദ്ര്യം മുഴുവനും മാറുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഐ ആം എ ക്രിസ്ത്യൻ. In my book it is written, you supposed to be honest till the end of the life. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണമെന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് അന്വേഷിപ്പാൻ ആ മനുഷ്യൻ തുനിയുകയും, അങ്ങനെയാണ് കോപ്റ്റിക് ചർച്ചിന്റെ ആവിർഭാവം എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നാം വിശ്വസ്തത കാണിച്ചാൽ, ഹല്ലേലൂയ, വചനമനുസരിച്ചാൽ ആ പാറമേൽ അടിസ്ഥാനപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി തീരും ഞാനും നിങ്ങളും എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു ഈ ഭാഗത്ത് നിന്നുകൊണ്ട്. നമ്മുടെ ജീവിതം ദൈവവചനം അനുസരിക്കുന്ന ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതം വചനമാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെടണം. 3-ാമതായിട്ട് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു. 25-ാം വാക്യവും
27 വാക്യവും ഒന്ന് തന്നെയാണ്. 27 വാക്യം വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു. 25 വാക്യവും 27 വാക്യവും ഒരുപോലെയാണ്. പക്ഷെ അതിന്റെ എൻഡ് മാത്രമേ ശകലം വ്യത്യാസമുള്ളൂ. ആ പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ അത് വീണില്ല. എന്നാൽ 27 അടിസ്ഥാനം പറയുന്നത് എന്താണ്? അതിന്റെ വീഴ്ച വലിയതായിരുന്നു എന്നാണ്. എന്താണ് ഇവിടെ വ്യത്യാസം എന്നറിയാമോ? നമ്മുടെ ജീവിതം പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് വചനത്താൽ പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ ജീവിതം വചനത്താൽ പരിശോധിക്കപ്പെടും എപ്പോഴും. വചനത്താൽ അനുസരിക്കപ്പെട്ട ജീവിതം, വചനമാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട ജീവിതം. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നു, ജീവിതം പരിശോധിക്കപ്പെടും. ഹല്ലേലൂയ. Our life supposed to be subject to testing. ഹല്ലേലൂയ. നാം അറിയാതെ തന്നെ അത് ജീവിതം നമ്മുടെ പരിശോധിക്കപ്പെടും. എങ്ങനെയാണ് ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ? വൻമഴ വന്നെന്നിരിക്കും, ജീവിതം പരിശോധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. നദികൾ പൊങ്ങും, ജീവിതം പരിശോധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കാറ്റടിക്കും, ജീവിതം പരിശോധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വൻമഴ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നാശവും നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ വരും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മഴ മൂലമുള്ള നാശനഷ്ടങ്ങൾ കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. വൻമഴ എന്ന് പറയുന്നത് ജീവിതത്തിൽ നാം അപ്രതീക്ഷിതമായി നാശങ്ങളും നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കാം. നിരാശ ഉളവാക്കുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകും. നാം ഡിപ്പെൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പലതും ഒരുപക്ഷെ തകർന്ന് തരിപ്പണമായി പോകുന്ന മഴയ്ക്ക് സമാനം ആകും. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ സാജനച്ചൻ പാടിയത്, ഒരു മഴയും പോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തന്നരികെ അവനുള്ളതാ. ജീവിതത്തിന്റെ നൗക, ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ യേശുക്രിസ്തു ആണെങ്കിൽ ഈ വൻമഴയാകുന്ന നാശവും നഷ്ടവും ജീവിതത്തിൽ വരുമ്പോൾ ആ വീട് വീണുപോകുകയില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ പരിശോധനകളും പരീക്ഷകളും, ആരോഗ്യമായിരിക്കാം, ഹെൽത്ത് ചലഞ്ചസ് ആയിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കാം, ജോലിയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കാം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കാം. നാശവും നഷ്ടവും ഏതു സമയത്ത് വന്നാലും നമ്മെ നിലനിർത്തുന്നത് പാറമേൽ അടിസ്ഥാനപ്പെട്ട ക്രിസ്തീയ ജീവിതമാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അവിടെ പറയുന്നു, ജീവിതം പരിശോധിക്കപ്പെടും, നദികൾ പൊങ്ങും എന്ന് പറഞ്ഞാൽ ഫ്ലഡ്സ് കെയിം. നോട്ട് ഓൺലി ദ റെയിൻ ഫെൽ ബട്ട് ദ ഫ്ലഡ്സ് കെയിം. അതെന്താണെന്ന് അറിയാമോ? അത് നമ്മളെ ശത്രുക്കളുടെ, ഹല്ലേലൂയ, നമ്മുടെ പോരാട്ടങ്ങളാണ്. ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ വരും. നമുക്കറിയാമല്ലോ, നമുക്കുള്ളതായ പോരാട്ടങ്ങൾ ഈ ലോകശക്തി, ജഡിക ശക്തികളല്ല, പിന്നെയോ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളാകുന്ന സാത്താന്റെ പരീക്ഷകളെയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവിടെ അർത്ഥമാക്കുന്നത്. നദികൾ പൊങ്ങും, ഹല്ലേലൂയ, ദുഷ്ടരായ സേനകളുടെ ആക്രമണം ഉണ്ടാകും, ഹല്ലേലൂയ, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുള്ളവാക്കണമെന്നുണ്ടെങ്കിൽ നാം പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ കർത്താവിൽ അടിസ്ഥാനപ്പെട്ട ജീവിതമാകണം. മൂന്നാമതായിട്ട് അവിടെ പറയുന്നു, മഴ പെയ്യുക മാത്രമല്ല, വെള്ളം പൊങ്ങുക മാത്രമല്ല, കാറ്റടിക്കും. ദ വിൻഡ്സ് ബ്ലൂ എന്ന് പറഞ്ഞാൽ പ്രതികൂല കാലാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. ഹല്ലേലൂയ. പ്രതികൂല കാലാവസ്ഥകൾ ആഞ്ഞടിക്കും. എന്നാൽ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതമാണെങ്കിൽ, വചനം കർത്താവ് അടിസ്ഥാനപ്പെട്ട ജീവിതമാണെങ്കിൽ ആ വീട് തളർന്ന് പോകുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എപ്പോഴും പരിശോധിക്കപ്പെടും എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇയ്യോബിന്റെ ജീവിതം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ ഒരിക്കൽ പൊടിമേൽ നിൽക്കുമെന്നുള്ള വിശ്വാസം. ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോയാലും ഞാൻ എൻ്റെ ദേഹരഹിതനായി അവനെ കാണുമെന്നുള്ള ഇയ്യോബിന്റെ വിശ്വാസം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ പ്രിയമുള്ളവരെ, ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ വളരെ വേഗം നിങ്ങളോട് പറഞ്ഞല്ലോ. ജീവിതം വചനം കേൾക്കുക മാത്രമല്ല, അത് ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതം പണിയപ്പെടണം, അത് വചനത്താൽ അടിസ്ഥാനപ്പെട്ട പണിയപ്പെടലായിരിക്കണം. നമ്മുടെ ജീവിതം പരിശോധിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ വരും, നാശങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, സാത്താന്റെ പോരാട്ടങ്ങൾ വരും. ഇതൊന്നും അനുഭവിക്കാതെ
ഒരു ജീവിതവും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് നാം മറന്നു പോകരുത്. എന്നാൽ അവിടെ ഭക്തന്മാർക്ക് ദൈവ സ്നേഹത്തില് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടവർക്ക് പാടുവാനായിട്ട് കഴിയും. കൊടുങ്കാറ്റടിച്ചു അലയുയരും വൻസാഗരത്തിൻ വാരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ വാരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ ആഹാ ഇമ്പം ഇമ്പം ഇമ്പമിനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം ഇമ്പം ഇനി എന്നോ ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ജീവിതം വചന അടിസ്ഥാനത്തിൽ അനുസരിക്കുന്നതായിരിക്കട്ടെ. ജീവിതം ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെടട്ടെ. ജീവിതം വചനത്താൽ ശോധന ചെയ്യുമ്പോൾ നിലനിൽക്കുന്നതായി തീരട്ടെ. ഈ വചനത്താൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ.